ക്രിസ്ത്യാനികൾക്ക് പൊതുവേ അവർക്കൊരു ആത്മീകമായ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. ഈ സാറ്റിസ്ഫാക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ പലവിധമായ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇത് areysenshine.in യൂട്യൂബ് ചാനൽ മലയാളം വെർഷൻ. ഞാൻ കർത്തൃ പ്രിയപ്പെട്ട സഹോദരൻ. വരൂ ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് കിടക്കാം. സോ ആത്മീകമായ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ഗോളത്തിൽ ഇന്ന് വളരെ അധികം ആൾക്കാർ അറിയാത്ത ഒരു സംഭവമാണ്. പക്ഷേ നിറയെ പേരുടെ വീഴ്ചക്ക് അതൊരു കാരണമായി തീരുകയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ ആദ്യമായി നമ്മൾ എലിയാവിനെ കുറിച്ച് കാണുന്നു. എലിയാവ് ഒരു ഘട്ടത്തിൽ രാജാവിനെയൊക്കെ അവന് ചാലഞ്ച് ചെയ്ത് അവൻ്റെ മിനിസ്ട്രി നല്ല മൂവായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ തൻ്റെ മിനിസ്ട്രിയിൽ സാറ്റിസ്ഫാക്ഷൻ ആകുകയാണ്. അതോടെ പുള്ളി പറയുന്നത്, മതി കർത്താവേ, ഇതോടെ ഞാൻ എൻ്റെ മിനിസ്ട്രി തീർക്കുകയാണ്, എന്നെ എടുത്തുകൊള്ളണമേ, എൻ്റെ ജീവൻ എടുത്തുകൊള്ളണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതുമൂലം പുള്ളി തന്നെ ഓണായിട്ട് സാറ്റിസ്ഫാക്ഷൻ ആകുകയാണ്. അതുപോലെ എനിക്ക് മുമ്പ് മിനിസ്ട്രി ചെയ്യുന്ന അവരെ പോലെ അല്ല ഞാൻ എന്നുള്ള ആ വാക്ക് എലിയാവ് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും ദൈവം അതിൽ സാറ്റിസ്ഫാക്ഷൻ അല്ല. ദൈവം ഉടനെ തൻ്റെ ദൂതനെ അയച്ച് അപ്പവും വെള്ളവും കൊടുത്ത് അവനെ തിരികെയും എൻകറേജ് ചെയ്ത് തിരികെ മിനിസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു പുള്ളിയാണ് ദാവീദ്. ദാവീദിൻ്റെ ജീവിതത്തിൽ എല്ലാ രാജാക്കളും യുദ്ധത്തിന് പോകുമ്പോൾ ദാവീദ് മാത്രം പോകാതെ അരമനയിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ ബത്ശേബ എന്ന സ്ത്രീയിൽ പോയി വീഴുകയും പാവം ചെയ്യുകയും ഒരു മനുഷ്യനെ കൊല്ലുകയും ഇങ്ങനെ ഇസ്രായേൽ ജനത്തിന് ഒരു വലിയൊരു ബാധ ഏർപ്പെടുകയും ചെയ്യും. ഇതിന് ദൈവത്തിൻ്റെ ഒരു ശിക്ഷ തന്നെ അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആത്മീയമായ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പലർക്കും അറിയുന്നില്ല. സോ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയണമെങ്കിൽ, സഹോദര നിങ്ങളെപ്പോലെ ഞങ്ങളൊന്നും മിനിസ്ട്രി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സഹോദരി നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് സുവിശേഷം പറയാൻ സാധിക്കുന്നില്ല, ട്രാക്സ് കൊടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഒരു സൺഡേ സ്കൂൾ എടുക്കാനോ ഞങ്ങൾക്ക് അത്രയും കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മളെ ചുറ്റിലുമുള്ളവർ പലരും നമ്മളെ ഇങ്ങനെ പൊക്കി പറയുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ ഇത് തന്നെ ഒരു ഘട്ടത്തിൽ നമ്മളെ അവർ പുകഴ്ത്തി പറയുന്നത് തന്നെ നമുക്കൊരു വലിയ ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ട്. സോ ഈ സാറ്റിസ്ഫാക്ഷനിലേക്ക് പോകുമ്പോൾ പിന്നീട് ഒരു ഘട്ടം ക്രോസ് ആകുമ്പോൾ നമ്മൾ മറ്റവരോട് നമ്മൾ ഉള്ള ജോലി മുഴുവൻ മറ്റവർക്ക് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒരു കോർഡിനേഷൻ ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ആ മിനിസ്ട്രി ദൈവഹിതമില്ലാത്ത വഴിയിലേക്ക് നീങ്ങുന്നത് നമ്മൾ തന്നെ അറിയുന്നില്ല. സോ എലിയാവിൻ്റെ ജീവിതത്തിൽ നോക്കുക, അവൻ സ്വന്തം ആത്മാവിനെ ദൈവമേ എൻ്റെ ആത്മാവിനെ എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല. അതുപോലെ അതിനുശേഷം അവനെ ഉത്സാഹപ്പെടുത്തി പിന്നീട് ഒരു നീണ്ട ഒരു വേല തന്നെ എലിയാവിനെ കൊണ്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആത്മീയമായ ഈ സാറ്റിസ്ഫാക്ഷൻ വരാതെ ഇരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാം? നമ്മളെ ചുറ്റിലുമുള്ളവർ പലപ്പോഴും നമ്മളെ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ സന്തോഷിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ ഇതെല്ലാം ദൈവകൃപയാൽ ഞാൻ ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ദൈവം എനിക്ക് ചെയ്തതോളം ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു മൈൻഡ് നമുക്ക് വന്നാൽ പലപ്പോഴും നമ്മൾക്ക് അതിനെ തരണം ചെയ്യാൻ സാധിക്കും. ഈ സാറ്റിസ്ഫാക്ഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കണം എന്ന് ചോദിച്ചാൽ, ദാവീദിന്റെ ജീവിതത്തിൽ കണ്ടതുപോലെ നമ്മൾക്ക് ചില പാവങ്ങളിലേക്ക് പോയി വീഴുന്നത് തന്നെ നമ്മൾ അറിയാതെ പോയി വീഴാൻ അങ്ങനെ ഇടവരും. അതുപോലെ നമ്മളുടെ കാലത്തിന് മുമ്പ് തന്നെ ദൈവ ഇഷ്ടം അറിയാതെ നമ്മൾ പലപ്പോഴും ദൈവ ഇഷ്ടത്തിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വഴിയിലേക്ക് പോകാൻ സാധിക്കും. സോ ഈ രണ്ടും നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കാൻ ഈ ആത്മീയമായ സാറ്റിസ്ഫാക്ഷനിൽ നിന്നും നമ്മൾ വളരെ ജാഗ്രതരായിരിക്കണം. ഈ കാര്യങ്ങളിൽ തുടങ്ങും, ദൈവഹിതത്തിൽ തുടങ്ങും. പക്ഷേ അവസാനിക്കുമ്പോൾ ശലോമോൻ്റെ ജീവിതത്തിൽ വന്ന ആ വീഴ്ചകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇടവരാൻ സാധിക്കും. സോ ആത്മീയമായ സാറ്റിസ്ഫാക്ഷനിൽ നിന്നും നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കാം. ദൈവകൃപയിലും ദൈവഹിതത്തിലും തന്നെ നമ്മുടെ മിനിസ്ട്രിയും അല്ലെ നമ്മുടെ ജീവിതം തന്നെ തരണം ചെയ്യാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ.
ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിരുന്നിരിക്കുന്നു ഞാൻ കർത്തനിൽ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ മെസ്സേജുകൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ arraysunshine.in എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടിയും തുടർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഫ്രണ്ട്സിനും തന്നെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.